ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലോ? നമ്മുടെ നിധിയുടെയും നമ്മുടെ സുധീഷിൻ്റെയും ഇനി വരാനിരിക്കുന്ന പുതിയ വിശേഷം നമുക്ക് കേൾക്കാട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ നല്ലൊരു ലൈക്ക് അടിക്കാനായിട്ട് ആരും മറക്കരുത് കേട്ടോ. അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റാർ ബട്ടൺ ഹൈപ്പും കൂടെ ഒന്ന് തരിക. പുതുതായിട്ട് വരുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മളിടുന്ന സീരിയലിൻ്റെ പ്രൊമോസ് എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ വരും. അപ്പം നമുക്ക് നാളത്തെ വിശേഷത്തിലോട്ട് പോട്ടോ. അങ്ങനെ നമ്മുടെ നികേഷിന് ഭയങ്കര പനിയായിട്ട് നമ്മുടെ നിധിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിധിക്ക് ഒട്ടും തന്നെ ആ രാത്രി ഇരുട്ട് വെളുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിധിക്ക് ഒട്ടും തന്നെ പറ്റുന്നില്ല. കാരണം നികേഷിന് അത്രയ്ക്ക് ഇഷ്ടമാണ് നിധിക്ക്, ഒരു കുഞ്ഞനുജനാണ് നിധിക്ക്. അങ്ങനെ നിധി രാവിലെ തന്നെ നേരെ വരെയാണ് നമ്മുടെ നികേഷിനെ കാണാനായിട്ട്. നികേഷ് കണ്ണ് തുറക്കണതും കാണുന്നത് നിധിയേട്ടത്തെയാണ്. നികേഷിന് ഭയങ്കര സന്തോഷമാവുകയാണ്. നികേഷിൻ്റെ പനി ഒട്ടുമുക്കാലും അങ്ങോട്ട് പോവുകയാണ്. കാരണം മനസ്സിന് അത്രയേറെ സന്തോഷം കിട്ടിയപ്പോൾ നികേഷിനത് ഭയങ്കര ഒരു ഇതായിരുന്നു. അങ്ങനെ നിധിക്കും അതുപോലെ തന്നെ നികേഷിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോഴേക്കും നമ്മുടെ സുഭാഷ് ഓടി വരണം കേട്ടോ. അയ്യോ, ഇതാരാ മോളെ, നീ ഇത്ര രാവിലെ വന്നോ? അതെ, നികേഷിന് പനിയാണെന്ന് അറിഞ്ഞിട്ട് എനിക്ക് ഇന്നലെ ഒട്ടും പറ്റിയില്ലായിരുന്നു സുഭാഷ് ചേട്ടാ, അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ ഇങ്ങനെ പോകുന്നതെന്ന് പറയുകയാണ്. ആ സമയം നമ്മുടെ സുധീഷ് ഇങ്ങനെ എഴുന്നേറ്റ് നോക്കണതും നിധി വന്നിരിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ സുഭാഷ് ഒരു ചായ, നല്ല അടിപൊളി ഒരു ചായ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ നിധി അവിടെ ഇരുന്ന് ആ ചായ ഒരു ഒന്നിങ്ങനെ വായിലോട്ട് വെച്ചപ്പോഴേക്കും എന്തൊരു ടേസ്റ്റാണ് എൻ്റെ സുഭാഷ് ചേട്ടൻ്റെ ചായ. ഹോസ്റ്റലിലെ ഫുഡും ചായയൊക്കെ എൻ്റെ പൊന്നെ സമ്മതിക്കണം, ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളുടെ കാര്യം. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞ്, അതെ അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് പോര്, എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് അവിടെ നിൽക്കണത്? അപ്പോഴേക്കും നിധി തിരിഞ്ഞ് തുറിച്ചൊരു നോട്ടം അങ്ങോട്ട് നോക്കി വെച്ചു കൊടുത്തു കേട്ടോ. തന്നെ ഇത്രയും കാണിച്ച് ഇവിടെ നിന്ന് ഇറങ്ങി പോകാനുള്ള അവസ്ഥ ഉണ്ടാക്കി വെച്ചിട്ട് പറയണം വർത്താനം കണ്ടില്ലേ എന്ന ഭാവത്തിലാണ് നിധി സുധീഷിനെ നോക്കിയത്. ആ സമയം സുധീഷ് പതുക്കെ ഇങ്ങനെ ഉള്ളിലോട്ട് മാറി കേട്ടോ. അങ്ങനെ നിധി നികേഷിൻ്റെ അടുത്തിരുന്ന വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നികേഷിന് ചായയൊക്കെ എടുത്ത് കൊടുത്ത് കുടിക്കുന്നുണ്ട്. അങ്ങനെ നികേഷ് പറയുന്നുണ്ട്, നിധിയേട്ടത്തി ഇവിടുന്ന് പോവാണ്ടിരുന്നൂടെ? അതൊന്നും ശരിയാവില്ലടാ ഇവിടെ നിന്ന് കഴിഞ്ഞാലേ. എന്നിട്ട് നിധി സുധീഷിനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇനി പലർക്കും വീണ്ടും ഭാര്യയായിട്ടൊക്കെ തോന്നി പലതും ചെയ്യാനൊക്കെ തോന്നിയാലോ, അതുകൊണ്ട് ഞാൻ ഹോസ്റ്റലിൽ തന്നെ പോകാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുധീഷ് ഓടി ഇങ്ങനെ വന്നിട്ട് പറയാം, നിധി പ്ലീസ് നിധി പോവല്ലേ നിധി, വേണമെങ്കിൽ തനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് പൊക്കോളാം എന്നൊക്കെ വലിയ ഡയലോഗ് അടിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, അതെ വലിയ ആക്ടിംഗ് ഒന്നും വേണ്ട, ഒന്ന് മാറി നിൽക്കാവോ എന്നൊക്കെ പറഞ്ഞിട്ട് നികേഷിന് ദേഷ്യമാണ്. കാരണം തൻ്റെ നിധിയേട്ടത്തി പോണു എന്നുള്ളത് വന്നിട്ട് ഇനിയിപ്പോൾ വീണ്ടും പോകുമെന്നുള്ള ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ് നികേഷിന്. ഈ സമയം നമ്മുടെ സുഭാഷ് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സുഭാഷ് വന്ന് നിധിയുടെ അടുത്ത് പറയുന്നുണ്ട്, മോളെ നിനക്ക് ആഹാരം അവിടെ പറ്റുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ രാവിലെയും വൈകിട്ടും ഭക്ഷണം കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കൂ. അയ്യോ അതൊന്നും വേണ്ട സുഭാഷ് ചേട്ടാ, ഞാൻ പറഞ്ഞപ്പോൾ ഒന്ന് പറഞ്ഞെന്നേ ഉള്ളൂ, അല്ലാണ്ട് സുഭാഷ് ചേട്ടന് എന്താ പറ്റിയെന്നും പറഞ്ഞിട്ട് നിധി സുഭാഷിനെ വഴക്ക് പറയണം കേട്ടോ. ഈ സമയം നമ്മുടെ സുഭാഷ് വേഗം പോയി നല്ല ചൂടൻ ദോശയും ചമ്മന്തിയൊക്കെ ഇട്ട് നിധിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ്. അപ്പോഴേക്കും നിധി പറഞ്ഞു, വേണ്ട സുഭാഷ് ചേട്ടാ, എന്തിനാ ഇങ്ങനെ കിടന്ന് ബുദ്ധിമുട്ടണേ, ഞാൻ അവിടെ നിന്ന് പോയി കഴിച്ചോളാം എന്ന് പറഞ്ഞു. പിന്നെ അവിടുത്തെ ഭക്ഷണം കഴിക്കാനോ, അവിടുത്തെ ഒരു ചായ പോലും വായി തൊടാൻ കൊള്ളില്ലെന്ന് മോള് തന്നെയല്ലേ ഇപ്പോൾ പറഞ്ഞ, നീ വയറ് നിറച്ച് അങ്ങോട്ട് കഴിച്ചെന്ന് പറഞ്ഞു സുഭാഷ് നല്ല ചൂടനെ ദോശ ഉണ്ടാക്കി കൊടുക്കുകയാണ്. പാവം നിധിയാണെങ്കിൽ നല്ല രീതിക്ക് ഭക്ഷണം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പിന്നെ നിധി വായിൽ വെച്ചിട്ടില്ല. കാരണം ഹോസ്റ്റൽ ഫുഡല്ലേ, ഒന്നാമതൊരു സമാധാനം ഇല്ല, ഒരു മനസ്സിന് സമാധാനം ഇല്ല, ഉറക്കവും ഇല്ല. ഇവിടെ നിന്ന് ഇറങ്ങിയ പിന്നെ തനിക്ക് ആരുമില്ല, താൻ ഒറ്റപ്പെട്ടു പോയി എന്നൊക്കെ ഉള്ളൊരു തോന്നൽ. ഇവിടെ ആകുമ്പം ഒരു വീട്ടിൽ തൻ്റെ ഒരു ജ്യേഷ്ഠൻ, 2 അനുജന്മാർ, അച്ഛൻ, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതൊക്കെയായിരുന്നു കേട്ടോ. അപ്പം നിധി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ സുഭാഷ് പറയണ, മോളെ നീ എങ്ങനെ പോണേ? അപ്പോഴേക്കും നമ്മുടെ സുഭാഷ് പറയും, ഹരീഷ് നീ ഒന്ന്, നികേഷ് കേട്ടോ, സോറി സുഭാഷല്ല, നമ്മുടെ നികേഷ് പറയും, ഹരീഷ് ചേട്ടാ നിധിയേട്ടത്തിനൊന്ന് കൊണ്ടാക്കി കൊടുക്കുമെന്ന് പറയാം. അപ്പോഴേക്കും സുഭാഷ് പറയും, അത് വേണ്ട, ഞാനുണ്ട് ഇവിടെ, ഞാൻ കൊണ്ടാക്കിക്കൊള്ളാം നിധീനെന്ന് പറഞ്ഞ്. ആരും കൊണ്ടാക്കണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം, ഞാൻ ഒറ്റയ്ക്കല്ലേ വന്നത്, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം, ഇനി ആരെ കൂടെ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിധി പോവാണ്. അപ്പോൾ സുഭാഷ് പറയും, മോളെ ഒരു കാര്യം ചെയ്യുക, ഞാൻ ഒരു ഓട്ടോ വിളിച്ച് തരട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ നിധി പറഞ്ഞു, ഞാൻ ജംഗ്ഷനിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഓട്ടോ കിട്ടുമല്ലോ സുഭാഷ് ചേട്ടാ, സാരമില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ അടുത്ത് യാത്രയൊക്കെ പറയണം. അപ്പോഴും നമ്മുടെ നികേഷ് ഒരു വാക്കും കൂടെ ചോദിക്കുകയാണ്, നിധിയേട്ടത്തി ഇവിടെ നിൽക്കാൻ പറ്റും
പറ്റില്ലേ നിധിയേട്ടത്തിന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ലടാ മോനെ, ഞാൻ പോയിട്ട് വരാം, നിനക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം, ഞാനാണെങ്കിൽ ഇങ്ങോട്ട് ഓടി വരണമെങ്കിൽ വന്നോളാം എന്നൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ചിട്ടാണ് നമ്മുടെ നിധി പോണത്. അങ്ങനെ നിധി പോയതിൻ്റെ തൊട്ട് പുറകെ സുധീഷ് വെച്ചു പിടിക്കാൻ കേട്ടോ. എന്നിട്ട് ചെന്നിട്ട് നമ്മുടെ നിധിയുടെ പുറകെ, അതെ തനിക്ക് തിരിച്ചൊന്നും വന്നുകൂടെടോ എന്നൊക്കെ പറയാം. അപ്പം നിധി പറയും, എന്തിനാ ഞാൻ പറഞ്ഞത്, എന്ത് ഉറപ്പുമേലെ ഞാൻ ഈ വീട്ടിൽ വന്ന് കിടക്കുന്നതെന്ന് ചോദിക്കും കേട്ടോ. എടോ, ഞാൻ തനിക്ക് എന്തെല്ലാം സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്, തന്നെ ആ രാത്രി ഞാൻ ഒറ്റയ്ക്കല്ലയോടോ റിസ്ക് എടുത്ത് തന്നെ ഇങ്ങ് കൊണ്ടുവന്നതെന്നൊക്കെ പറയും കേട്ടോ. അപ്പം നിധി പറയും, താൻ കുറേ സഹായം ചെയ്തു തന്നില്ല എന്നൊന്നും ഞാൻ പറയില്ല, എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത് തന്നെ എന്ന് കരുതിയിട്ട് ഇത്രയും വൃത്തികെട്ട ഒരു സ്വഭാവം താൻ കാണിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറയും. അപ്പോൾ സുധീഷ് പറയും, എടോ ഞാനത് എത്ര വട്ടം തന്നോട് പറഞ്ഞതാ, അന്നാ മദ്യപിച്ചുകൊണ്ട് എനിക്ക് അങ്ങനെയൊക്കെ തോന്നിപ്പോയി, ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ മദ്യപിക്കില്ല, താൻ വേണമെങ്കിൽ വീട്ടിൽ വന്ന് നിൽക്കുക, ഞാൻ എങ്ങോട്ടെങ്കിലും പൊക്കോളാം എന്നൊക്കെ പറയും കേട്ടോ. നിധി ഒന്നും അതിന് മിണ്ടുന്നില്ല. അങ്ങനെ നിധിയുടെ ഹോസ്റ്റൽ എത്തുന്നവരെയും സുധീഷ് ഓരോന്നായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് പഴയ കാര്യങ്ങളൊക്കെയാണ്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറ്റിപ്പോയൊരു തെറ്റാണ് നിധി, ഞാൻ ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കില്ല, നിധി എന്നോട് പൊറുക്കണം. എന്നിട്ട് പറയും, ഞാൻ തനിക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം സഹായങ്ങൾ, എത്ര റിസ്ക് എടുത്ത ഓരോ കാര്യങ്ങൾ ഞാൻ തനിക്ക് വേണ്ടിയിട്ട് ചെയ്തു തന്നത്, എന്നിട്ട് താൻ എന്നെ എല്ലാവരുടെ മുന്നിലും അവഗണിച്ച് ഇങ്ങനെ കളയണം എന്തിനാന്നൊക്കെ പറയാം. അപ്പം നിധി അതിനൊക്കെ മറുപടി പറയണ്ടേ എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ നിധി ഇരിക്കുകയാണ് കേട്ടോ. അതേസമയം സുധീഷ് ഇങ്ങനെ പരിഭവങ്ങളും പരാതിയൊക്കെ പറഞ്ഞ് ഹോസ്റ്റലെത്തേണ്. അപ്പം നിധി പറയും, അതെ ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിടണം, സോറി പറഞ്ഞ് ദൈവത്തെ ഓർത്ത് ഇനിയെങ്കിലും ഈ ഹോസ്റ്റലിൻ്റെ മുമ്പിൽ ഓരോ ലീലാവിലാസങ്ങൾ കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞ് നിധി സുധീഷിനോട് അപേക്ഷിക്കുകയാണ് കേട്ടോ. അപ്പോൾ സുധീഷിന് ആകെ വിഷമമായി, ഇത്രയും പറഞ്ഞിട്ടും നിധി അതൊന്നും കാര്യമാക്കണില്ല. അപ്പോൾ എന്നിട്ട് കയറി പോവേണം കേട്ടോ. അപ്പോഴേക്കും നിധി ഇങ്ങനെ ഹോസ്റ്റലിൻ്റെ അകത്തോട്ട് കയറിപ്പോയത് സുധീഷ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഈ സമയം സുധീഷ് പല കാര്യങ്ങളും ഓർക്കുകയാണ്. കാരണം നിധിയായിട്ട് ഒരുമിച്ചുണ്ടായിരുന്നതും ഒരുമിച്ച് ആ ഷർട്ടൊക്കെ കൊടുക്കുന്ന സീന്, പിന്നെ നിധി ആദ്യമായിട്ട് കാണുന്ന, അങ്ങനെ പല കാര്യങ്ങൾ നമ്മുടെ സുധീഷ് മനസ്സിലിങ്ങനെ ഓർക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നിധിയെ ശരിക്കും ഇഷ്ടമാണ് നമ്മുടെ സുധീഷിന്. അപ്പോൾ ഓരോ നിമിഷവും സുധീഷിന് അവളെ മിസ് ചെയ്യാണ് ശരിക്കും. അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ നമ്മുടെ സുധീഷ് വീട്ടിൽ വരെയാണ് കേട്ടോ. അങ്ങനെ ഹോസ്റ്റലിൽ പോയിരുന്ന നിധി പല കാര്യങ്ങളും ഇങ്ങനെ ആലോചിക്കുകയാണ്. അവിടെ നിന്ന് വന്നത് പിന്നെ ഒരു ദിവസം പോലും സമാധാനമായിട്ടൊന്നും ഉറങ്ങിയിട്ടില്ല. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർത്തപ്പോൾ നിധി മനസ്സിലോർത്തു, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്ത് വീട്ടിൽ തന്നെ പോയാലോ, സുഭാഷിൻ്റെ അടുത്ത് പോയാലോ എന്നുള്ള ചിന്തയാണ്. അപ്പോഴേക്കും നമ്മുടെ ദിവ്യ, നമ്മുടെ നിധിയുടെ ഫ്രണ്ടാണ് ദിവ്യ നമ്മുടെ നിധിയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോഴേക്കും നിധി കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് എനിക്കിവിടുത്തെ ഫുഡും കാര്യങ്ങളൊന്നും ഒട്ടും പറ്റുന്നില്ല ദിവ്യ, ഞാനപ്പോൾ വീട്ടിലോട്ട് തന്നെ എൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിൽ തന്നെ ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്ത് പോയാലോ എന്ന് ആലോചിക്കുക. അപ്പോൾ ദിവ്യ പെട്ടെന്ന് ചോദിക്കും, അയ്യോ അതെന്നാ, ആ വീട്ടിൽ പറ്റാത്തതുകൊണ്ടല്ലേ താൻ ഇങ്ങോട്ട് വന്നത്, ഇതിപ്പോൾ ഞാൻ എന്ത് പറയാനാ. അപ്പം ദിവ്യ ചോദിച്ചു, അല്ല തൻ്റെ മറ്റൊരു റിലേറ്റീവില്ലേ ഇവിടെ സോറി എന്നൊക്കെ പറഞ്ഞ് വന്ന ഒരാൾ, ആ പുള്ളിയായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നോ, ഇനി തീർന്നുകൊണ്ടാണോ ഇനി തിരിച്ച് പോണത്, ശരിക്കും പറഞ്ഞ് തൻ്റെ ലവർ എങ്ങാനും ആണോ അയാൾ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ നിധി ഒരു സുധീഷിനെ കുറിച്ചുള്ള കാര്യങ്ങളോ വിവാഹം ചെയ്ത കാര്യങ്ങളോ അതിനെക്കുറിച്ചൊന്നും മിണ്ടാൻ പോയില്ല. അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞു. എനിക്ക് മെയിൻ ഇവിടുത്തെ ഫുഡ് പറ്റുന്നില്ല, പിന്നെ അവിടെ നിന്ന് മാറി നിന്നേ പിന്നെ എന്തോ പോലെ കുറേ ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊക്കെ നമ്മുടെ നിധി പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ദിവ്യ ഇനി ഇതിലിപ്പോൾ എന്താണ് നിർബന്ധിക്കേണ്ടത്, ദിവ്യയ്ക്ക് നിർബന്ധിക്കാൻ പറ്റുമോ, അയ്യോ പോകല്ലേ എന്നൊന്നും ദിവ്യയ്ക്ക് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മുടെ ദിവ്യ നിധിയുടെ അടുത്ത് എന്നെ തൻ്റെ ഇഷ്ടം പോലെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നിധി നമ്മുടെ സുഭാഷ് ഏട്ടനെ വിളിച്ച് കാര്യം പറയണേ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് സുഭാഷ് ഏട്ടാന്ന്. അപ്പോൾ കേട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സുധീഷ് അറിഞ്ഞിട്ടില്ല നിധി ഇങ്ങനെ വരുന്നു എന്നുള്ള കാര്യം. അങ്ങനെ നമ്മുടെ നികേഷും സുഭാഷും കൂടെയാണ് നമ്മുടെ നിധീനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് ഹോസ്റ്റലിൽ വെക്കേറ്റ് ചെയ്ത് തിരിച്ച് വീട്ടിലോട്ട് വരെയാണ്. അപ്പോൾ നമ്മുടെ ഭാസ്കരൻ നിധി പോയ പിന്നെ സിഗരറ്റ് വലിക്കുന്നതിനൊരു കൺട്രോളില്ല, ഇങ്ങനെ എല്ലാവരും മുമ്പിലും തന്നെ വലിക്കും. നിധി ഉള്ളപ്പം ഭയങ്കര പേടിയായിരുന്നു. അതുപോലെ ചെറിയൊരു കുപ്പി മദ്യം മേടിച്ചുകൊണ്ട് വന്നാലും അത് ആ ഫ്രണ്ടിൽ ഇരുന്ന് എറാത്തിരുന്ന് കുടിയൊക്കെ ആയിരുന്നു. നിധി കയറി വന്ന സമയം കാണുന്നത് ഇതാണ്. ഭാസ്കരൻ പെട്ടെന്ന് ഞെട്ടിപ്പോയില്ലേ, അയ്യോ മോള് വന്നതേ കാണുകയും ചെയ്തു. ഭാസ്കരൻ പെട്ടെന്ന് ആ കുപ്പിയൊക്കെ എടുത്തൊന്ന് ഒളിച്ചു വെക്കാൻ കേട്ടോ. അപ്പോഴേക്കും നിധി അകത്ത് കയറിപ്പോയി. അപ്പോൾ ഭാസ്കർ ചെറിയൊരു പുഞ്ചിരിയൊക്കെ കൊടുക്കുകയാണ് നമ്മുടെ നിധിക്ക്. എന്നിട്ട് ഭാസ്കർ അവിടെ ഇരുന്ന് സിഗരറ്റ് വലിക്കുകയാണ്. അപ്പോൾ തന്നെ
അങ്ങനെ നിധി 2 ഡോസ് കൊടുത്തുകൊണ്ടാണ് നിധി അകത്ത് കയറുന്നത്. അങ്ങനെ അകത്ത് കയറി കഴിഞ്ഞ് അങ്ങനെ തിരിച്ചെത്തിയപ്പോൾ എല്ലാവർക്കും സന്തോഷമാവാണ്. നികേഷിനും സുഭാഷിനും ഹരീഷിനൊക്കെ ഏട്ടത്തി വന്നല്ലോ എന്നുള്ളൊരു സന്തോഷമായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ നിധിയുടെ റൂമിൽ നമ്മുടെ സുധീഷ് ഇങ്ങനെ കിടന്നുറങ്ങിയിരുന്നു. സുധീഷ് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് കണ്ണ് തിരുമ്പി നോക്കുമ്പോൾ നിധി ബാക്കായിട്ട് വന്നിരിക്കുന്നു. എടോ താൻ തിരിച്ചു വന്നോ? അയ്യോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നിധി പറഞ്ഞു, എന്തേ? ഞാൻ തിരിച്ചു വന്നു. അതെ, ഇവിടെ നിന്ന് വേഗം പൊക്കോളാന്ന് പറഞ്ഞുകൊണ്ടോ കേട്ടോ ഞാൻ ഇങ്ങോട്ട് പോകുന്നതെന്ന് പറയട്ടോ. അപ്പം ഒരു വളിച്ച ചിരിയൊക്കെ നമ്മുടെ സുധീഷ് ചിരിക്കുകയാണ്. അതേസമയം സുധീഷ് പിന്നെ എഴുന്നേറ്റ് മാറി നമ്മുടെ നിധി ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് റൂമിൽ എല്ലാം സെറ്റ് ചെയ്യണം കേട്ടോ. ആ സമയം എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നിധി എല്ലാമൊക്കെ എടുത്ത് വെച്ചിട്ട് തിരിച്ച് ഹാളിലോട്ട് വന്നു. ആ സമയം സുധീഷ് അവിടെ നിൽക്കുകയാണ് കേട്ടോ. ആ സമയത്ത് നിധി ചോദിച്ചു, അല്ല സുധീഷ് പോകുമെന്ന് പറഞ്ഞിട്ട് പോകുന്നില്ലേ? എന്നോട് പോകുമെന്ന് പറഞ്ഞിട്ട് പിന്നെന്താ ഈ ആലോചിച്ചുകൊണ്ടിരിക്കണ? ഞാൻ എങ്ങോട്ട് പോനാ? ആഹാ ഇപ്പം അതായോ? സുധീഷ് പൊക്കോളാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ സുഭാഷും നികേഷൊക്കെ ഇരുന്ന് ഒരൊറ്റ ചിരിയാട്ടോ. കാരണം എന്ന് വെച്ചാൽ സുധീഷ് ഇങ്ങനെ ഒരു തരം ചമ്മി നിൽക്കണ ഒരു സീൻ കണ്ടിട്ട് എല്ലാവർക്കും ചിരി വരെയാണ്. അങ്ങനെ ഒടുവിൽ നിധി എന്തോ ആവശ്യത്തിനുണ്ട് അകത്തോട്ട് പോയപ്പോഴത്തേക്ക് നമ്മുടെ നികേഷ് പറഞ്ഞു, അതെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിധി ഏട്ടത്തി ഇവിടെ എന്തായാലും വേണം. ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് സുധീഷ് ഏട്ടൻ ഈ വീട് വിട്ട് പോകണമെന്നാണെങ്കിൽ അതങ്ങനെ, പക്ഷേ നിധി ഏട്ടത്തി ഇവിടെ ഉണ്ടാവണം എന്നിങ്ങനെ പറയണം. പക്ഷെ അത് കേട്ടപ്പോൾ നമ്മുടെ സുധീഷിന് ഭയങ്കര സങ്കടമാവുകയാണ്. കാരണം എന്ന് വെച്ചാൽ നിധി വന്നു തിരിച്ചു വന്നുവെങ്കിലും ഇനി അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ വീട് വിട്ട് പോകാനോ? കാരണം എങ്കിൽ പിന്നെ നിധി വന്നതുകൊണ്ട് കാര്യമില്ലല്ലോ. എൻ്റെ ഭാര്യയല്ലേ അവൾ എന്നുള്ളൊരു ചിന്തയാണ് സങ്കടപ്പെട്ട് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കാനായിട്ടോ. അപ്പോൾ നികേഷും കൂടെ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സുധീഷിന് വല്ലാത്തൊരു വിഷമമൊക്കെ ആയിപ്പോയി. അങ്ങനെ ആ ഒരു സീനൊക്കെയാണ് നാളെ വരുന്ന എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് അടിക്കാനായിട്ട് ശ്രമിക്കുക. ഒപ്പം തന്നെ ഹൈപ്പ് ചെയ്യുക. ഒപ്പം പുതുതായിട്ട് വരുന്നവർ സബ് ചെയ്യുക. അപ്പം പുതിയ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.